സിംഹം കേൾക്കാൻ പഠിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്ന സാവന്നയിൽ ലിയോ എന്നൊരു കൊച്ചു സിംഹം ജീവിച്ചിരുന്നു. ലിയോയ്ക്ക് ശക്തമായ ഗർജനവും അതിലും ശക്തമായ കഥകളുമുണ്ടായിരുന്നു. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ തന്റെ സാഹസികതകളെയും സ്വപ്നങ്ങളെയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. അവന്റെ കൂട്ടുകാരായ മീന എന്ന മീർക്കാറ്റിനും ഗിഗി എന്ന ജിറാഫിനും ലിയോയെ ഇഷ്ടമായിരുന്നു. പക്ഷെ ചിലപ്പോൾ അവന്റെ കൂട്ടുകാരായിരിക്കാൻ പ്രയാസമായിരുന്നു. ലിയോ, ഞാൻ മധുരമുള്ള ബെറികളുടെ ഒരു പുതിയ സ്ഥലം കണ്ടെത്തി, മീന പറഞ്ഞു. ലിയോ, ആ മനോഹരമായ മഴവില്ല് നോക്കൂ, ഗിഗി തന്റെ നീണ്ട കഴുത്ത് നീട്ടിപ്പറഞ്ഞു. പക്ഷെ ലിയോ അതൊന്നും കേട്ടില്ല. അന്ന് രാവിലെ കണ്ട വലിയ പ്രാണിയെക്കുറിച്ച് അവരോട് പറയുന്ന തിരക്കിലായിരുന്നു അവൻ. ഒരു ദിവസം രാവിലെ മീനയും ഗിഗിയും ലിയോയെ കാണാൻ ഓടിച്ചെന്നു. അവർ ആവേശം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ലിയോ, ലിയോ, ഞങ്ങൾ അതിശയകരമായ ഒന്ന് കണ്ടെത്തി, അവർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു. തിളങ്ങുന്ന വെള്ളവും തണുത്ത കല്ലുകളുമുള്ള ഒരു രഹസ്യസ്ഥലമാണത്. പക്ഷെ ലിയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു രഹസ്യസ്ഥലമോ? കൊള്ളാം, അവൻ നെഞ്ചുവിരിച്ചു പറഞ്ഞു. പക്ഷേ എന്റെ പദ്ധതി കേൾക്കൂ. ഞാൻ ദിവസം മുഴുവൻ ചാടി വീഴാൻ പരിശീലിക്കാൻ പോകുന്നു. ഞാൻ ഈ സാവന്നയിലെ ഏറ്റവും മികച്ച ചാട്ടക്കാരനാകും എന്നും പറഞ്ഞ് അവൻ ഓടിപ്പോയി. ചാട്ടം, ചാട്ടം, ചാട്ടം. ലിയോ ഉച്ചതിരിഞ്ഞ് മുഴുവൻ പരിശീലിച്ചു. എന്നാൽ താമസിയാതെ സൂര്യന് ചൂടുകൂടി ലിയോയ്ക്ക് അതിയായ ദാഹം തോന്നി. അവൻ പതിവുള്ള വെള്ളക്കെട്ടിനടുത്തേക്ക് പോയി. പക്ഷേ അവിടെ വരണ്ടുണങ്ങിയ വിണ്ടുകീറിയ ചെളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, അവൻ മന്ത്രിച്ചു. വെള്ളമൊക്കെ എവിടെ പോയി? വിഷമം കൊണ്ട് ലിയോയുടെ വയറ്റിൽ നിന്ന് ശബ്ദമുണ്ടായി. അവന് ചൂടും ദാഹവും ഒറ്റപ്പെടലും തോന്നി. അപ്പോഴാണ് അവനോർത്തത്, മീനയും ഗിഗിയും അവരവനോട് എന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു. എന്തിനെക്കുറിച്ചോ? തിളങ്ങുന്ന വെള്ളം. അവൻ തിരിച്ചറിഞ്ഞു. അയ്യോ, ഞാനത് കേട്ടിരുന്നെങ്കിൽ. എന്താണ് ചെയ്യേണ്ടതെന്ന് ലിയോയ്ക്ക് അറിയാമായിരുന്നു. അവൻ നിലത്ത് മൂക്കുമുട്ടിച്ച് സ്വന്തം കാൽപ്പാടുകൾ പിന്തുടർന്നു. അവന് തന്റെ കൂട്ടുകാരെ കണ്ടെത്തണമായിരുന്നു. അവൻ കേൾക്കണമായിരുന്നു. മീനയും ഗിഗിയും അവനെ കാത്തിരിക്കുന്നതവൻ കണ്ടു. ക്ഷമിക്കണം, ലിയോ പതിവിലും ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു, നിങ്ങളെ ശ്രദ്ധിച്ചില്ല. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ദയവായി ആ രഹസ്യസ്ഥലത്തെക്കുറിച്ച് വീണ്ടും പറയാമോ? മീനയും ഗിഗിയും സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. തീർച്ചയായും ലിയോ, ഗിഗി സൗമ്യമായി പറഞ്ഞു. വെള്ളം തെറിക്കുന്ന ശബ്ദം കേൾക്കുന്നതുവരെ അവർ അവനെ ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെയും വളഞ്ഞ മരങ്ങൾക്കിടയിലൂടെയും നയിച്ചു. അതാ അവിടെ മനോഹരമായ മറിഞ്ഞിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തണുത്ത തെളിഞ്ഞ ഒരു കുളത്തിലേക്ക് പതിക്കുന്നു. ലിയോ ആ തണുത്ത തിളങ്ങുന്ന വെള്ളം കുടിച്ചു. അവൻ ഇന്നുവരെ കുടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാനീയമായിരുന്നു അത്. അവൻ തന്റെ കൂട്ടുകാരെ നോക്കി പുഞ്ചിരിച്ചു. അന്നുമുതൽ സ്വന്തം കഥകൾ പറയുന്നതുപോലെ തന്നെ പ്രധാനമാണ് കൂട്ടുകാരെ കേൾക്കുന്നതെന്നും ലിയോ പഠിച്ചു. അത് അവരുടെ ഒരുമിച്ചുള്ള സാഹസികതകളെ കൂടുതൽ മികച്ചതാക്കി.